എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം സൈസുള്ള ഒരു കുമ്പളങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുമ്പളങ്ങ അരിയുമ്പം ഒത്തിരി വലിപ്പത്തിൽ അരിയേണ്ട, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം കുമ്പളങ്ങ ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക്, പിന്നെ നമ്മൾ എടുക്കണ ഉള്ളി ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. അതുപോലെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിലും ഇതിലൊരു 1/4 ടീസ്പൂണെങ്കിലും ചെറിയ ജീരകം ചേർക്കണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. ഞാനപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് 1-2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒതുക്കിയെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരന് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴാണ് ആ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തോരൻ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തീ ഒന്നുകൂടി ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.